മച്ചന്മാരെ ഞാനിപ്പോൾ ഉള്ളത് പഹൽഗാമിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലേജിലാണ്. പഹൽഗാം എത്തുന്നതിന് ഒരു 5 കിലോമീറ്റർ പുറകിലായിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഹൽഗാമിൽ വന്നിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഒരു റിസോർട്ടാണ് എൻ്റെ പുറകെ കാണുന്നത്. ആ ഒരു സൈഡിലേക്ക് കൂടി നല്ല അടിപൊളി പഹൽഗാമിലേക്ക് കൂടി ഒഴുകുന്ന ആ ഒരു അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പക്കാ വില്ലേജും കാര്യങ്ങളൊക്കെയാണ്. ഇതാൻ്റെ ഈ ഒരു പുറകെയൊക്കെ കാണുന്നുണ്ടോ, കിടിലം വില്ലേജും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡും ഉണ്ട് വില്ലേജും കാര്യങ്ങളും കടകളൊക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പഹൽഗാമിൽ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉറപ്പിക്കാണ്ട് ആ ഒരു പ്രോപ്പർട്ടി പോയിട്ട് കാണാം. റൂമും കാര്യങ്ങളും സർവീസും എമ്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നേരെ ആ റൂമിലേക്ക് തന്നെ പോയിട്ട് പരിചയപ്പെടുത്തി തരങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ആ പറഞ്ഞ പ്രോപ്പർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയന്റെ ആ ഒരു സൈഡിൽ തന്നെയായിട്ട് നമ്മൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ കാണുന്നത് നല്ല അക്രൂട്ട് മരങ്ങളാണ് കേട്ടോ. അക്രൂട്ട് മരത്തിന്റെ പുറകെ കാണുന്നത് നല്ല അടിപൊളി മലകളാണ്. പഹൽഗാമിലെ വാലീസ് ആണ് കാണുന്നത് കംപ്ലീറ്റ്. ഇപ്പോൾ ആ ഒരു വ്യൂ നമുക്ക് ശരിക്കും കിട്ടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫോഗി അറ്റ്മോസ്ഫിയർ ആണ്. ആ ഒരു സൈഡിൽ കാണുന്നില്ല ചെറിയൊരു എന്താ പറയുക ഒരു തെളിച്ചം, അത് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സീനറിയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയതാ. മുമ്പിൽ തന്നെ സൺറൈസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹോട്ടൽ നോക്കിയാട്ടെ നല്ല റൗണ്ടാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 10 റൂം വരുന്നുണ്ട്. 2, 4, 6, 8, 10 അങ്ങനെ 10 റൂമാണ് വരുന്നത്. റൂമിൻ്റെതാ ഹോട്ടലിൻ്റെ മുകളിൽ തന്നെ നല്ല അടിപൊളി അക്രൂട്ടിൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുന്നത് അക്രൂട്ടിൻ്റെ മരമാണ്. ഇപ്പോൾ അക്രൂട്ടിൻ്റെ സീസണാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നവംബർ മാസമാണ്. അക്രൂട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. മുകളിൽ രാവിലെ തന്നെ പക്ഷികളും കിളികളൊക്കെ വന്നിട്ട് അക്രൂട്ട് കൊത്തിയിട്ട് താലിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ താല് വീണ അക്രൂട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതൊക്കെ അക്രൂട്ടിൻ്റെ മരങ്ങളാണ്. ഇതാ നടുക്ക് അക്വാ റിസോർട്ട് എന്നാണ് പേര്. അവിടുന്ന് നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ അരുവി ഒരു ഡൈവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കടത്തി വിട്ടിട്ട് ആ നടുക്ക് നല്ല ഇരിക്കുന്ന ഒരു കൂട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് ആ ഒരു നദിയിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ ഒരുപാട് വിറകും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു വിറക് എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വിറകിനെ കൊണ്ട് ഇവിടുന്ന് ചെയ്യാനും പറ്റും. ആ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് കാണുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് ഞാൻ നിങ്ങൾക്ക് പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്, റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റിസോർട്ടിന് അക്വാ റിസോർട്ട് എന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ നല്ല സെൻട്രൽ അക്വേറിയം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിലാണ് അക്വേറിയം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് നല്ല റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റും. റിലാക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നല്ല മെഡിറ്റേഷൻ മോഡായിരിക്കും കേട്ടോ. ഇവിടുന്ന് ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിട്ട് നമുക്കിവിടെ റിലാക്സ് ചെയ്യാൻ പറ്റും. നിങ്ങളിതാ കേൾക്കുന്നുണ്ടായിരുന്നു ഓക്കെ. ആ ഒരു സൈഡിലൊക്കെ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനും പറ്റും കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നിട്ട് നമുക്കിതാ കഥ പറയാൻ വേണ്ടിയിട്ട് ഇവർ നടുക്ക് ഇതുപോലുള്ള അടിപൊളി ഒരു കൂടാരം പോലത്തെ ഒരു സാധനം ഇവിടെ സെൻറ്ററിൽ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നോക്കിയാട്ടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഈ ഒരു വെള്ളം ഇവർ കുടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ക്ലിയർ ഉള്ള വെള്ളമാണ്. ഇത് മലേൻ്റെ മുകളിൽ നിന്ന് ഐസ് ഉരുക്കിയിട്ട് വരുന്ന വെള്ളമാണ്. ആ ഒരു സൈഡിൽ ചെറിയ പാലം പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഇവർ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുള്ളത്. എന്താ പറയുക, ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ഫുള്ള് റിലാക്സ് ചെയ്തിട്ട് ഫുള്ള് ഫ്രീ മൈൻഡിൽ ചില്ലാക്കിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇതിൽ കൊടുത്തതോർത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാമെന്ന് പറഞ്ഞത് ടെൻഷൻ ഫ്രീ ആയിട്ട് താമസിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചില്ല് ചെയ്തുകൊണ്ട് ഈ ഒരു റിസോർട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റും. നോക്കിയേട്ടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വ്യൂവും കാര്യങ്ങളൊക്കെ അത്രയും മനോഹരമാണ്. ഇതിൻ്റെ പുറകിൽ കാണുന്നത് ആകാശം മുട്ടിയുള്ള മലകളും കാര്യങ്ങളാണ്. ഫോഗി അറ്റ്മോസ്ഫിയർ ആയിക്കൊണ്ടാണ് കാണാത്തത്. തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ നമുക്ക് ഒരു മലകളൊക്കെ HD ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റും.
അപ്പുറത്തെ സൈഡിലൊക്കെ ഹോട്ടൽസ് കാണുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ സ്വന്തം ഹോട്ടലാണ്. നമുക്ക് അത്രയും ബഡ്ജറ്റ് കുറച്ചിട്ട് തരാൻ പറ്റും. അത്രയും ബഡ്ജറ്റ് കുറച്ചിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡൈനിങ് ആണ്. ഡൈനിങ്ങിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ റൂമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ റൂമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫുള്ള് അലങ്കോലമായിട്ടാണ് ഉള്ളത്. ഈ റൂം നോക്കണ്ട, കാരണം നമ്മളതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കിൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട് കേട്ടോ. സൈഡിൽ സർവീസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. പവർ പ്ലഗ് 1, 2, 3 പവർ പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു അലമാറയും കാര്യങ്ങളൊക്കെ ഇവരുടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇലക്ട്രിക്കിൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇലക്ട്രിക്കിൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു തണുപ്പ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന ഇലക്ട്രിക് ഹീറ്റിംഗ് ബ്ലാങ്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഇതാ മെഷീനും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ലോ, ഹൈ, മീഡിയം അങ്ങനെ ഇത് കറണ്ടൊക്കെ ഇതിന് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഉള്ളിലാണ് കുത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബെഡ് ഫുള്ള് ഹീറ്റാകും. അപ്പോൾ രാത്രി നമുക്ക് ഈ വിൻ്റർ സമയത്തൊക്കെ അടിപൊളിയായിട്ട് കടന്നുറങ്ങാൻ പറ്റും. റൂമിൽ 2 ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളും. ബാത്റൂമൊക്കെ വളരെ നീറ്റാണ്. ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബാത്റൂമിൽ. നോക്കിയാട്ടെ, നല്ല നീറ്റ് ബാത്റൂം. നല്ല ഗോളാകൃതിയിലാണ് ഓരോ റൂമും സെറ്റാക്കിയിട്ടുള്ളത്. നമ്മൾ കപ്പിളൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 3 ആൾക്കും ഒരു റൂമിൽ ഷെയർ ചെയ്ത് കിടക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ടിവിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നല്ല നീറ്റ് റൂമാണ്. ഞാൻ അടുത്ത റൂം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ഇനി നേരെ ഇതിൻ്റെ ഡൈനിങ് കാണിച്ചു തരാം. ഡൈനിങ് നല്ല അടിപൊളി ഡൈനിങ് ആണ്. നല്ല നീറ്റ് ആൻഡ് ഹൈജീനായിട്ടുള്ള ഡൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏകദേശം 10-20 ആൾക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഡൈനിങ്ങിൽ ടിവിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വൈകാണ്ട് തന്നെ ഇവർ ബൊഫേ സിസ്റ്റം ആക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം ബൊഫേ സിസ്റ്റത്തിൽ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ 2-3 ഗസ്റ്റിന് ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർവീസും കാര്യത്തിലൊക്കെ അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്, ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. വെള്ളം ചൂടാക്കുന്ന മെഷീൻ എന്ന് പറയുന്നത്. ടാങ്കി മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിറകിട്ട് കത്തിക്കും. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വിറക്. വിറക് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഇതിന് പോകുന്ന ചൂട് നേരെ ടാങ്കിയിൽ പോയി ടാങ്കിയിലെ വെള്ളം ചൂടാക്കിയിട്ട് വെള്ളമാണ് നമുക്ക് പൈപ്പിലെ കൂടി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ വെള്ളം ചൂടാക്കുന്ന സാധനമാണ് ഇത്. ഒന്ന് ഇലക്ട്രിക്കിൻ്റെ ഹീറ്റർ ആയിരിക്കും, അതായത് ഗ്രൈസർ എന്ന് പറയും, ബാത്റൂമിൽ സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നതാണ് ഇതുപോലത്തെ മെഷീൻ, അതായത് വിറകിട്ട് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കുന്ന സംഭവം. നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഫാമിലി റൂം കാണിച്ചു തരാം കേട്ടോ. ഫാമിലി റൂമിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അതിന്റെ സ്റ്റെപ്പാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്തെ സൈഡിലേക്ക് കൂടിയും കയറി വരാം. എന്താ ആ ഒരു റിവറാണ് കേട്ടോ. ആ ഒരു സൈഡിലെല്ലാം ഫുള്ള് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് മൗണ്ടൈൻ സൈഡിലൊക്കെ ഒരുപാട് വില്ലേജുകാർ വീടൊക്കെ വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പായിക്കൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പെല്ലാം കയറും. കണ്ടോ, സ്റ്റെപ്പ് കയറി പോയി ഞാനിതാ. ആ ഒരു സ്റ്റെപ്പ് കയറിയാലും കിട്ടുന്ന വ്യൂ ആണ് കാണിച്ചു തരുന്നത്. സൂര്യൻ എന്നെ ഉദിച്ചിട്ടില്ല. സൂര്യൻ അടുത്ത എന്താ പറയുക, ഒരു കാർമേഘത്തിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുകയെന്ന് കേട്ടാ. സൂര്യൻ വന്നാൽ നല്ല അടിപൊളി സൺറൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നോക്കിയാട്ടോ, നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു മുകളിൽ കയറിക്കാനെ കാണാൻ പറ്റുന്നത്. ഹോട്ടലിലെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതാ അതൊക്കെ ഡബിൾ ബെഡാണ്. 2, 4, 6, 8, 10 അങ്ങനെയാണ് റൂം വരുന്നത്. ഈ ഒരു റൂമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വലിയ ഫാമിലി റൂമാണ് കേട്ടോ. നമുക്കെന്താ ഫാമിലിയും ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് കാണിച്ചു തരാൻ പോകുന്നത്. റൂം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് മച്ചാന്മാരെ. ഇവിടുത്തെ റൂം കാണിച്ചു തരാം. നോക്കിയാട്ടെ, നല്ല വലിയ റൂമാണ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളി റിലാക്സ് ചെയ്ത് വലിയ ഒച്ചപ്പാടും കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് താമസിക്കാനുള്ള രീതിയിലാണ് നിങ്ങൾ പെഹൽഗാമിൽ വരുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ റൂമാണിതാ. ആ ഒരു ജനലിൻ്റെ ഉള്ളിലേക്ക് കൂടി കാണുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ നല്ല അടിപൊളി. ഇതിപ്പോൾ വിൻ്ററിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നോക്കിയാട്ടെ, മരത്തിന് ഇലയും കാര്യമൊന്നും ഇല്ല. പക്ഷേങ്കിൽ എന്താ പറയുക, നല്ല ഓട്ടം സീസണിൻ്റെ ആ ഒരു മനോഹാരിതയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇത് ആടെ വേറൊരു കാഴ്ച കാണുന്നുണ്ട്. അപ്പുറത്തെ ഹോട്ടലിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതാ തീയിട്ട് കത്തിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഇത് തന്നെയാണ് കേട്ടോ. മരങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്
തീയിട്ട് കത്തിച്ചിട്ടാണ് ടാങ്കിയിലെ വെള്ളം ഇവർ ചൂടാക്കുന്നത്. ആ ഒരു തീയിട്ട് കത്തുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ വീഡിയോയിലെ കൂടി. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ റൂമിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണിതാ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ബെഡാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് 2 പേർക്കും 3 പേർക്കും നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ ടീപ്പോയും ചെയറും അലമാറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇവിടെ. ഇത് നല്ല പുറത്തത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ ഒരു റൂമിന് തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത റൂം വരുന്നത്. ഇത് വലിയ റൂമാണ്, ഫാമിലി റൂമാണ്. എന്താ അടുത്ത റൂമിലേക്ക് കയറുമ്പോൾ വീടിന് 2 ബെഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ബെഡിൽ നമുക്ക് 3 പേർക്ക് കിടക്കുകയും ചെയ്യാം. ഈ ഒരു ബെഡിൽ നമുക്ക് എന്താ പറയുക ഒരാൾക്ക് കിടക്കുകയും ചെയ്യാം. ഏതാ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചിരുതാ. ഇവിടുന്ന് നമുക്ക് ഒരു നല്ല അടിപൊളി വ്യൂവും കാണാൻ പറ്റും കേട്ടോ. മിററിലേക്ക് കൂടി പഹൽഗാമിന്റെ നല്ല അടിപൊളി വ്യൂ കണ്ടുകൊണ്ട് താമസിക്കാൻ പറ്റും. ആ ഒരു റൂമിലത്തെ ബാത്റൂമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാ ഹോട്ട് വാട്ടർ, വൈഫൈ, ഇലക്ട്രിക് ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. എന്താ പറയുക അത്യാവശ്യം നല്ല നീറ്റുള്ള റൂം തന്നെയാണ് കേട്ടോ ഇത്. ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൂം തന്നെയാണ് ഇത്. ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ഫയറും സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ എന്താ പറയുക വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാനായത് കൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളായിക്കൊണ്ട് ഇവിടെ ചെറിയ ഇലകളൊക്കെ ഇട്ടിട്ട് അക്രൂട്ടിൻ്റെ ഇലകളാണ് കേട്ടോ ഇത്. ക്യാമ്പ് ഫയർ സിസ്റ്റമാണ് എടുത്തത്. അക്രൂട്ടിൻ്റെ ഇലകൾ ഇട്ട് കത്തിച്ചിട്ടുണ്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. ടെൻഷൻ ഫ്രീ ആയിട്ട് താമസിക്കാം. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവുക. നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ തന്നെ അക്രൂട്ട് മരം ഉണ്ട് എന്ന്. ഇവിടുന്ന് തന്നെ ഇതാ പറിച്ചിട്ടുള്ള അക്രൂട്ടും കാര്യങ്ങളാണ്. ഇതാ മരം അതിൻ്റെ മേലുണ്ട്. മേലെ നിന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ അക്രൂട്ട് പോകും. ഈ അക്രൂട്ട് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് അക്രൂട്ടല്ലേ ഇത്. ഇത് നല്ല ഒറിജിനൽ കാശ്മീരി അക്രൂട്ട് തന്നെയാണ്. ഞാൻ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അക്രൂട്ട് പൊട്ടിക്കുന്ന രീതി ഇതാണ് കേട്ടാ. ഇതാ ഇങ്ങനെയാണ് അക്രൂട്ട് പൊട്ടിക്കാൻ കഴിയാം. അക്രൂട്ട് നോക്കിയാട്ടെ നല്ല വൈറ്റ് കളറ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള അക്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ. നല്ല ടേസ്റ്റ്. ഇതാ ഇതെല്ലാം ഇവിടുന്ന് മരത്തിൽ വന്ന് വീണ അക്രൂട്ടാണ്. ടേസ്റ്റ് കഴിഞ്ഞാൽ അക്രൂട്ടിൻ്റെ ആ ഒരു ഓയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഒറിജിനൽ അക്രൂട്ട് എന്ന് പറയുന്നത്. മരത്തിൽ വന്ന് വീടമാടെ തന്നെ കിട്ടുന്ന അക്രൂട്ട്. നമുക്കെല്ലാം കിട്ടുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അക്രൂട്ടാണ് കേട്ടൊക്കെ. നിങ്ങൾ കൂടുതൽ പേരും ഇവിടെ കാശ്മീരിലേക്ക് പാക്കേജ് എടുക്കുമ്പോൾ അന്വേഷിക്കുന്നതാണ് നല്ല വ്യൂ ഉള്ള റൂമിലൊക്കെ താമസിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ഹോട്ടലാണിത്. ആ ഒരു റൂമിൻ്റെ ബാൽക്കണി വ്യൂ ആണ്. ഫുള്ള് മൗണ്ടൻ വ്യൂ ആണ്. രാവിലെ തന്നെ എണീച്ചിട്ട് ഡോറ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ നല്ല അടിപൊളി പഹൽഗാമിലെ വാലിയിലെ മൗണ്ടെയിൻസും അതുപോലെ തന്നെ നല്ല സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 25 പേർ 20 പേർക്ക് നല്ല അടിപൊളിയായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിടില റൂം തന്നെയാണ്. പുറകിൽ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൂമിൽ വന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഹൽഗാം വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് സ്റ്റേ അതുപോലെ തന്നെ ബഡ്ജറ്റ് സ്റ്റേ പഹൽഗാമിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല ഞാൻ ഇതുപോലത്തെ പഹൽഗാമിൽ ഒരുപാട് വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നൊമാഡിക് ട്രാവലറിന് അടിച്ച അക്കൗണ്ട് ഫോളോ ചെയ്യുക. യാത്രയുടെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും മച്ചാന്മാരെ ഗുഡ് ബൈ.